3 പ്രാവശ്യം. നല്ല പടമാണ്. ക്ലൈമാക്സ് മാത്രം മതി പിടിച്ചിരുന്നത്. ആ നെഗറ്റീവ് ഡീഗ്രേഡിംഗ് കൊണ്ട് അത് ഇത് ഒരു ഡിഫറെന്റ് പടം കാണാൻ പോകും. അതൊരു 20 മിനിറ്റ് നല്ല പടം, നല്ല ഇതാണ്. കൊള്ളാം, സൂപ്പർ. സ്റ്റൈല് ഒരു 1.5 സ്റ്റൈലാണ്. അതെ, നല്ലൊരു ത്രില്ലർ മൂവിയാണ്. എൻഗേജിങ് ആണ്. അത് അടിപൊളിയാണ്, നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ഇത് നമ്മളെ പ്രായത്തിൽ ഒന്നും മനസ്സിലാവില്ല. ഈ കൊച്ചു പിള്ളേർക്കോ അല്ല ഏജ് അങ്ങനെയുള്ള പിള്ളേർക്കുള്ളതാണ്. ഗെയിമൊക്കെ നമുക്കൊന്നും അതൊന്നും ശരിയാവില്ല. ഇല്ല ഇഷ്ടപ്പെട്ടു. ഇതിനേക്കാളും എനിക്ക് മമ്മൂട്ടി ഓക്കെ, പക്ഷേ എമ്പുരാൻ അത്രയും ബെറ്ററെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്. ഓക്കെ, തിയേറ്ററും കാലിയാണ്. ഏകദേശം പകുതിയുടെ മുകളിൽ സീറ്റ് കാലിയാണ്. അവസാനത്തെ 20 മിനിറ്റൊക്കെ മമ്മൂക്കയുടെ ഭയങ്കരമായിട്ടൊരു പ്രകടനം. അത് കുഴപ്പമില്ല. അവസാനത്തെ കുറച്ച് കുഴപ്പമില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് പാർട്ട് എടുക്കാൻ സാധ്യതയില്ല. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. മമ്മൂക്ക സ്റ്റണ്ട് കുറവാണ്, അധികം ഒന്നുമില്ല. 1-2 സ്റ്റണ്ട് മാത്രം. ഓക്കെ, അല്ല കിടിലം പടം, ആരും കാണാൻ കൊള്ളൂല. വലിയ ഒരു ഇതുമില്ല. പിന്നെ മമ്മൂട്ടിയുടെ കുറെ ഇത് കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പറയത്തക്കതായിട്ടൊന്നുമില്ല. അത് ലുക്ക് ഭയങ്കര ലുക്കാണ്. മാക്സിമം മമ്മൂട്ടി പൊളിച്ച്. അവസാനത്തെ 20 മിനിറ്റ് തിയേറ്ററൊക്കെ ഭയങ്കര ഒരു അവസാനം മമ്മൂട്ടിയാണ് എല്ലാം കൊണ്ടുപോയത്. ആദ്യം കുറച്ച് സ്ലോ ആണ്, പക്ഷേ മമ്മൂട്ടി ഗൗതമേനോ നല്ല സ്ക്രീൻ ക്ലൈമാക്സ് മാത്രം മതി പിടിച്ചിരുന്നത്. ആ നെഗറ്റീവ് ഡീഗ്രേഡിംഗ് കൊണ്ട് അത് ഇത് ഒരു ഡിഫറെന്റ് പടം കാണാൻ പോകും. ഒരു ഗെയിമിംഗ് കൈൻഡ് ഓഫ് ആണ്, അല്ല മാത്രം മാസോ കാര്യമൊന്നുമില്ല. ഒരു ഗെയിമിംഗ് കൈൻഡ് ആണ്. ആ മോഡൽ കാണാനുള്ളതേ ഉള്ളൂ. കൈൻഡ് ഓഫ് വന്നിട്ടില്ല മലയാളത്തിൽ, ഇങ്ങനത്തെ ടൈപ്പ് വന്നിട്ടില്ല. പക്ഷേ ഒരു എക്സ്പെക്ടേഷൻസ് മറ്റേ ഭയങ്കര മാസം കാര്യമൊന്നും കാണിച്ച് എക്സ്പെക്ട് ചെയ്ത് പോകാൻ മാത്രമൊന്നുമില്ല. ഒരു വേറെ ജോൺ പക്വതായിട്ടില്ല. അത് നമ്മൾ ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചാണ്. ഓരോരുത്തർക്ക് ഓരോ വ്യൂവിൽ കാണുന്നവർക്ക് ഈ മാസമൊക്കെ കണ്ടു പറഞ്ഞവർക്ക് ഒന്നുമില്ല. പക്ഷേ വേറൊരു മോഡ് ഓപ്ഷൻ കൊള്ളായിരുന്നു. അവസാനം 20-25 മിനിറ്റ്സ് നല്ലൊരു മോഡായിരുന്നു. ബാക്കി അത് ഫാമിലി ഓഡിയൻസ് എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 100 കോടിയും KGF മാസമൊന്നുമില്ല, നോർമൽ ഒരു മൂവി. അടിച്ച് കയറി വരും. ഇല്ല, എനിക്ക് ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം കാണാൻ വന്നത്. എനിക്ക് ആ പടം അത്രത്തോളം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം കാണാൻ വന്നത്. അത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഡീനോനെ ഒരുപാട് പേര് ബ്ലെയിം ചെയ്യുന്ന പോലെ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഡയറക്ഷൻ. അതിൽ ചെറിയ പോരായ്മകൾ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ആ ഫസ്റ്റ് മൂവി എന്നുള്ള ലെവലിൽ പക്ഷേ മൊത്തത്തിൽ അടിപൊളി. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ അടിപൊളി, സൂപ്പർ. പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അതിൽ നടക്കുന്നത്. പറ്റിയ സിനിമ അടിപൊളി. സ്റ്റൈല് ഒരു 1.5 സ്റ്റൈലാണ്. ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ ആക്ടിങ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കിടില ആക്ടിങ് ആയിരുന്നു. ആണ് ഭയങ്കര ഗെയിമിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട്. വെറൈറ്റി ഐറ്റം. ഫാമിലിക്ക് അത്ര ഇഷ്ടപ്പെടാൻ കാണൂല, പിള്ളേർക്കാണ് ഇഷ്ടപ്പെടുന്നത്. ഓവറോൾ ആദ്യം ഇച്ചിരി ലാഗ് അടിച്ച്, പിന്നെ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് കുറച്ചും കൂടെ കിടിലായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് ആക്ടിങ് ഒക്കെ വെറൈറ്റിയാ, പക്ഷെ അത്ര സൂപ്പർ ആണോ ചോദിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ കുഴപ്പമില്ല. അത്രയൊന്നും തോന്നില്ല, കുഴപ്പമില്ല. എനിക്ക് ഇത്രയൊന്നും പറയാൻ അറിയത്തില്ല. ഓക്കെ നല്ലതായിരുന്നു. സൂപ്പറാ, അടിപൊളിയായിരുന്നു. ചെറുത് അങ്ങനെയൊക്കെ തോന്നി. ഇഷ്ടമായിരുന്നു, നല്ലതായിരുന്നു. ഇഷ്ടംപോലെ കൊള്ളായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ചെറുതായിട്ട് ഒന്ന് ബോറടിച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. കിടിലായിരുന്നു. നൈസ് മൂവി.
അത്ര രസമൊന്നുമില്ലായിരുന്നു. ഓ എന്താ പറയാനുള്ള കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റണ്ടൊക്കെ കുഴപ്പമില്ല, അങ്ങനെ പറയുള്ളൂ. ഭയങ്കരമായിട്ട് കൊള്ളാന്നല്ല കൊള്ളൂലെന്നല്ല, കുഴപ്പമില്ല. എന്താ പറയാനുള്ള എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട്? ഇറ്റ് വാസ് ഗുഡ്. നല്ല മൂവിയായിരുന്നു. മമ്മൂക്ക എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. നല്ലതായിരുന്നു. കൊള്ളായിരുന്നോ പടം? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? വൺ ടൈം വാച്ച് എക്സ്പെരിമെന്റ് ആയിരുന്നു. നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞേക്കുന്നു ഗെയിമിങ്ങിനെ കുറിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കൊള്ളാം. ഒരു വൺ ടൈം വാച്ച് എന്നുള്ളൂ, വലിയ കിടിലമല്ല, എന്തായാലും കൊള്ളാം. ഒരു അവസാനത്തെ 20 മിനിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് തിയേറ്റർ മറിച്ചിടുന്ന രീതിയിലുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതാണോ? ഉണ്ട്, പക്ഷെ കിടിലമല്ല, ഒരു ആവറേജ് മൂവി. മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക കൊള്ളാം, അടിപൊളിയാണ്. തകർത്തിട്ടുണ്ട്. ആറാട്ടെന്നൊക്കെ ഭാഷ പറഞ്ഞ 6 അടി മമ്മൂക്ക. കുഴപ്പമില്ല. കൊള്ളായിരുന്നു. ഓൺ ടൈം വാച്ചാ. ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഇതുവരെ മലയാള സിനിമ കാണാത്തൊരു ഗെയിമിങ്ങിനെ പറ്റിയുള്ള ഗെയിമിങ്ങിനെ പറ്റി അങ്ങനെ വന്നിട്ടില്ല. കൊള്ളായിരുന്നു, നല്ലതാ. പിന്നെ ഓൾ ഓവർ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ഓൾ ഓവർ കാണണം എല്ലാവരും വന്നിട്ട്. നല്ല ഉള്ളതുകൊണ്ട് ഉണ്ട്. എങ്ങനെയുണ്ട് സിനിമ? ഇഷ്ടമായി? എങ്ങനെയുണ്ട്? നല്ല സിനിമ. കൊള്ളായിരുന്നു. സ്റ്റണ്ടൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടം. കുറേ ഗെയിമേഴ്സിനെ കുറിച്ച് പറഞ്ഞ് ബോറടിപ്പിച്ച് അത്ര മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു സിനിമ. ഇല്ലായിരുന്നു. സ്റ്റൈലിഷും ആ ഒരു അല്ലായിരുന്നു സാധാ അല്ല സാധാ. ആദ്യം വിചാരിച്ച് കൊള്ളായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ കുറച്ച് ബോറുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഒരു 100 കോടി ആയിരിക്കുമോ സിനിമ? ഇല്ല.